സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി ചില പോലീസുകാർ നിലപാടെടുക്കുന്നുവെന്നും ഇക്കാര്യം സർക്കാർ പരിശോധിക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. എല്ലാ കേസുകളിലും UAPA ചുമത്താൻ പാടില്ലെന്നും കമൽസിക്കെതിരായ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് പുനഃപരിശോധിക്കണമെന്നും UAPA ദുരുപയോഗം ചെയ്യാൻ പാടില്ലെന്നും കോടിയേരി പ്രതികരിച്ചു. സർക്കാരിന്റെ പ്രഖ്യാപിതമായ പോലീസ് നയത്തിന് വിരുദ്ധമായിട്ടും കേരള പോലീസ് ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില പോലീസ് ഓഫീസർമാർ സംസ്ഥാനത്തുണ്ട് എന്നാണ് സമീപകാലത്തുണ്ടായ ചില സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. അത്തരം പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് കർശനമായുള്ള നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. എല്ലാ കേസുകൾക്കും UAPA ചുമത്തണമെന്ന അഭിപ്രായം ഗവൺമെൻറ്റിനില്ല. ഭീകരപ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി മാത്രമേ UAPA ചുമത്താൻ പാടുള്ളൂ. ചവറയിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് 124A ചുമത്തിയതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അത്തരം കേസുകളിൽ 124A ചുമത്താൻ പാടില്ല. രാജ്യദ്രോഹ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഇതുപോലുള്ള കേസുകളിൽ വകുപ്പുകൾ ചേർക്കുന്നത് അത് തെറ്റായ സന്ദേശമാണ് നൽകുക. രാജ്യദ്രോഹ കുറ്റവും UAPAയും ചുമത്തുന്നതിനെ എക്കാലവും ശക്തമായി എതിർക്കുന്ന നിലപാടാണ് പാർട്ടിയുടേതെന്ന് CPIM. ദേശീയഗാന വിഷയത്തിൽ കേരളത്തിൽ ആർക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടില്ലെന്നും കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിക്കുന്നു എന്ന വിമർശനം സംസ്ഥാന സർക്കാർ പരിശോധിക്കുമെന്നും പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. രാജ്യദ്രോഹ കുറ്റം ചാർത്തുന്ന 124A വകുപ്പിനെയും UAPA നിയമത്തെയും ശക്തമായി എതിർക്കുന്ന നിലപാടാണ് CPIMന്റേതെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. ദേശീയഗാന വിഷയത്തിൽ എഴുത്തുകാരൻ കമൽസി ചവറയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതായി വാർത്തകൾ വന്നിരുന്നു. രാജ്യദ്രോഹ കുറ്റം നീക്കം ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ദേശീയഗാന വിഷയത്തിൽ കേരളത്തിൽ ആർക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം നിലവിലില്ലെന്നും കേന്ദ്ര കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ CPIM വ്യക്തമാക്കി. UAPAയുടെ പ്രയോഗം പാർട്ടി അംഗീകരിക്കുന്നില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എക്കാലത്തും അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിന്റെ ഉപയോഗത്തെ എതിർത്തു വരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും കേരളത്തിലെ ഇടത് സർക്കാർ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ട് RSSും BJPയും കേരളത്തെ ഉന്നം വയ്ക്കുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും CPM നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യദ്രോഹം എന്ന പേരിൽ UAPA ചുമത്തുന്നത് ശരിയല്ലെന്ന് പ്രകാശ് കാരാട്ട്. കേരള പോലീസും UAPA ഉപയോഗിക്കുന്നു. പോലീസുകാർക്ക് UAPAയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. We are totally against the use of sedition. Anybody can write anything. I have seen what has been written by that person. There's nothing seditious about it. So the police in Kerala, I think, should be educated, because the Supreme Court itself has said that this sedition clause can be used only if there is a direct incitement to violence, and which will create a serious law and order situation. So today that person who was arrested under section 124A, even if you don't stand up for the national anthem, it cannot be considered sedition according to the law of our country. So I'm sure that the LDF government here will ensure that this sort of interpretation of the law by the police will not take place, and they will nullify the use of the sedition clause in the case which was recently registered. രാജ്യത്ത് കഴിഞ്ഞ 2 വർഷം ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങൾ ഉണ്ടായത് BJP ഭരിക്കുന്ന രാജസ്ഥാനിൽ. 2013 മുതൽ 2015 വരെയുള്ള കാലയളവിൽ 23,863 ദളിത് പീഡന കേസുകളാണ് രാജസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തത്. ഉത്തർപ്രദേശാണ് 2ാം സ്ഥാനത്ത്. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. 1989 SC/ST വിഭാഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമത്തിന്റെ പ്രയോഗവും നിലവിലെ സ്ഥിതിയും വിലയിരുത്താനായി രൂപീകരിച്ച സമിതിയുടെ യോഗത്തിന്റെ അജണ്ട റിപ്പോർട്ടിലാണ് ദളിത് പീഡനത്തിന്റെ സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ ഉള്ളത്. കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രി തൻവർ ചന്ദ് ഗെഹ്ലോട്ടാണ് സമിതിയുടെ അധ്യക്ഷൻ. സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം 2013-2015 കാലയളവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദളിത് പീഡനമുണ്ടായത് BJP ഭരിക്കുന്ന രാജസ്ഥാനിൽ. 23,861 കേസുകളാണ് 2 വർഷത്തിൽ രജിസ്റ്റർ ചെയ്തത്.
ഉത്തർപ്രദേശാണ് ദളിത് പീഡനത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്ത്. ഇവിടെ 23,556 ദളിത് പീഡന കേസുകൾ ഉണ്ടായി. ബീഹാർ, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളും ദളിത് പീഡനത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ഇത്തരം കേസുകളിൽ വിചാരണയും ശിക്ഷ വിധിക്കുന്നതും മന്ദഗതിയിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേസുകളുടെ വിചാരണ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകണമെന്ന് തൻവർ ചന്ദ് ഗെഹ്ലോട്ട് അധ്യക്ഷനായ സമിതി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ത്രിപുര നിയമസഭയിൽ സ്പീക്കറുടെ ഔദ്യോഗിക ദണ്ഡുമായി പ്രതിപക്ഷ MLA നിയമസഭയിൽ നിന്നും ഇറങ്ങിയോടി. സ്പീക്കറുടെ നടപടിക്രമങ്ങൾ തടയാനായിട്ടായിരുന്നു കോൺഗ്രസ് MLAയുടെ ശ്രമം. ദണ്ഡ് വാങ്ങാനായി പിന്നാലെ ഓടിയ ജീവനക്കാർ അരമണിക്കൂറിന് ശേഷമാണ് ദണ്ഡുമായി മടങ്ങിയെത്തിയത്. ത്രിപുര നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിനിടയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. തൃണമൂൽ കോൺഗ്രസ് MLA സുദീപ് റോയ് ബർമനാണ് നടപടിക്രമങ്ങൾ തടയാനായി സ്പീക്കറുടെ അധികാര ചിഹ്നമായ വെള്ളനിറത്തിലുള്ള ദണ്ഡുമായി പുറത്തേക്കോടിയത്. വനം മന്ത്രി നരേഷ് ജമാദിയക്കെതിരായി ഉയർന്ന സ്ത്രീവിഷയ ആരോപണത്തിന്മേൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നതിനിടെയായിരുന്നു സംഭവം. 0 അവറിൽ നേരത്തെ അറിയിക്കാതെയായിരുന്നു മന്ത്രിക്കെതിരെയുള്ള ആരോപണവുമായി ബർമൻ രംഗത്തെത്തിയത്. സ്പീക്കറുടെ കയ്യിൽ നിന്ന് ദണ്ഡ് തട്ടിയെടുത്ത ബർമന് പിന്നാലെ വാച്ച് ആൻഡ് വാർഡ് ജീവനക്കാർ ഓടിയെത്തി. എന്നാൽ അവരെയെല്ലാം വെട്ടിച്ച് നിയമസഭയ്ക്ക് പുറത്തേക്ക് ഓടി അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നീട് അരമണിക്കൂറിന് ശേഷമാണ് ദണ്ഡുമായി ജീവനക്കാർ മടങ്ങിയെത്തിയത്. നിയമസഭയുടെ പാരമ്പര്യത്തിനും നടപടിക്രമങ്ങൾക്കും വിരുദ്ധമായാണ് ബർമൻ പ്രവർത്തിച്ചതെന്നാണ് പിന്നീട് സ്പീക്കർ പ്രതികരിച്ചത്. ത്രിപുര നിയമസഭയിൽ ഇതിനു മുൻപ് 3 തവണ സമാനമായ സംഭവം അരങ്ങേറിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ. പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ നൽകരുതെന്ന് ഇന്ത്യ. സമാധാനം സ്ഥാപിക്കാനാണ് പാകിസ്ഥാൻ മുന്നിട്ടിറങ്ങേണ്ടതെന്നും ഇന്ത്യ. പാകിസ്ഥാൻ അനുബന്ധ ഭീകര സംഘടനകളായ ലഷ്കർ-ഇ തായിബ, ജെയ്ഷെ മുഹമ്മദിനെതിരെ അന്താരാഷ്ട്ര നീക്കം ശക്തമാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു UN-ൽ ഇന്ത്യയുടെ പ്രസ്താവന. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം സമിതി അംഗം സയ്യിദ് അക്ബറുദ്ദീനാണ് പാകിസ്ഥാന്റെ പേരെടുത്ത് വിമർശിച്ച് നിലപാടറിയിച്ചത്. പാക് മണ്ണിൽ ഭീകര സംഘടനകൾക്ക് വളരാൻ വഴിയൊരുക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് വെല്ലുവിളിയാണെന്ന് വ്യക്തമാക്കിയ ഇന്ത്യ പാകിസ്ഥാൻ മാത്രം ഇത് തിരിച്ചറിയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാൻ വിതയ്ക്കുന്ന ഭീകരതയുടെ ബലം വൈകാതെ പാകിസ്ഥാൻ തന്നെ അനുഭവിക്കുമെന്നും ഇന്ത്യ അറിയിച്ചു. ഭീകരരെ മുൻനിർത്തിയുള്ള പാക് സൈന്യത്തിന്റെ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ നിലപാട് കടുപ്പിച്ചത്. പാമ്പോറിൽ സൈനിക വാഹനവ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി സൈനികൻ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നു. ഇന്ത്യൻ സൈനികരുടെ മൃതദേഹം വികൃതമാക്കി ഭീകരർ നടത്തിയ തിരിച്ചടിയിലും ഇന്ത്യ കടുത്ത അതിർത്തിയിലാണ്. ഐക്യരാഷ്ട്രസഭയിൽ നേരത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ പാക് ചർച്ചകൾ ഉടൻ ഉണ്ടാകില്ലെന്നതിന്റെ മറ്റൊരു സൂചനയായിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ തുറന്നടിക്കൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. അന്തരിച്ച പ്രമുഖ നടൻ ജഗന്നാഥ വർമ്മയുടെ മൃതദേഹം നാളെ ജന്മനാടായ ചേർത്തലയിൽ സംസ്കരിക്കും. തിരുവനന്തപുരത്തെ വസതിയിലും കലാഭവൻ തിയേറ്ററിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മലയാളത്തിന്റെ പ്രിയ നടൻ ജഗന്നാഥ വർമ്മയെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂമോണിയ ബാധ കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാവുകയും 7:30 ഹൃദയസ്തംഭനം ഉണ്ടാവുകയും ചെയ്തു. 7:40 ഡോക്ടർമാർ ജഗന്നാഥ വർമ്മയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 77 വയസ്സാണ്. മരണസമയത്ത് മകൻ മനു വർമ്മയും മകളും ആശുപത്രിയിലുണ്ടായിരുന്നു. മൃതദേഹം ആശുപത്രിയിൽ നിന്ന് മനുവർമ്മയുടെ കൈമനത്തെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചു. നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് 2 മണി മുതൽ 5 മണി വരെ കലാഭവൻ തിയേറ്ററിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു. തുടർന്ന് മൃതദേഹം ജന്മദേശമായ ചേർത്തലയിലേക്ക് കൊണ്ടുപോയി. നാളെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. 500-ലധികം ചലച്ചിത്രങ്ങളിൽ അരങ്ങ് തകർത്ത ജഗന്നാഥ വർമ്മ നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. 1963 കേരള പോലീസ് ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹം SP ആയാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. കഥകളി നടൻ കൂടിയായ ജഗന്നാഥ വർമ്മ മേളങ്ങളുടെ ആസ്വാദകൻ കൂടിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന ചലച്ചിത്രഗാനം KS ചിത്രയുടെ എക്കാലത്തെയും മികച്ച ഹിറ്റുകളിലൊന്നാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി വൈറലാവുകയാണ് ഈ ഗാനം പാടിക്കൊണ്ടുള്ള കുഞ്ഞു ഗായികയുടെ വീഡിയോ. ഈ ചെറിയ ഗായിക ആരാണെന്ന് കണ്ടെത്താൻ ചിത്ര തന്റെ ഫേസ്ബുക്ക് പേജിൽ കുഞ്ഞു ഗായികയുടെ വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. KS ചിത്രയുടെ പാട്ട് ഒന്ന് ലൈവായി കേൾക്കാനാകുക. ഒന്നിച്ചു നിന്ന് പാടാനായില്ലെങ്കിലും നമ്മളുടെ പാട്ടിനെക്കുറിച്ച് അവരിൽ നിന്നൊരു വാക്ക് കേൾക്കുക. ഏതൊരു കലാകാരന്റെയും സ്വപ്നമാണിത്. പക്ഷേ ഈ കുഞ്ഞു വാവയ്ക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള പ്രായമായില്ല. പക്ഷേ നന്നായി പാടാനറിയാം. ചിത്രയുടെ പോലും മനസ്സു കീഴടക്കി ആ ആലാപനം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന KS ചിത്രയുടെ എക്കാലത്തെയും മികച്ച മെലഡിയാണ് മിടുക്കിക്കുട്ടി പാടിയത്. സ്വന്തമായി താളം പിടിച്ചാണ് കക്ഷിയുടെ ആലാപനം. കരിമഷി കൊണ്ടുള്ള വലിയ പൊട്ട് കവിളിലും നെറ്റിയിലും തൊട്ട് അതിമനോഹരമായി ചിരിച്ചാണ് പാടുന്നത്. ആ പാട്ടുപോലെ തന്നെ നിഷ്കളങ്കമാണ് മുഖവും. ഏതാണ് കുട്ടി എന്നൊന്നും അറിയില്ല. ഇതാരെന്നറിയാനും കൂടിയാണ് സംഗീത പ്രേമികൾക്ക് സമർപ്പിച്ചുകൊണ്ട് ചിത്ര ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ആരോ ചിത്രയ്ക്ക് അയച്ചു കൊടുത്തതാണിത്. ചിത്ര ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോ ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഷെയർ ചെയ്തത്. കൾച്ചറൽ ഡെസ്ക്.